ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് എന്ന ഭാഗമാണ്. അപ്പോൾ എന്താണ് നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ്? നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പേര് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ ഹൈഡ്രോ കാർബണുകൾ ഒരുപാടുണ്ട് അല്ലേ? അതിൽ സിംഗിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബണുകളുണ്ട്, ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബണുകളുണ്ട്, ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺസ് ഉള്ള കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ? അതിൽ സിംഗിൾ ബോണ്ട് വരുന്നതിന് നമ്മൾ സാച്ചുറേറ്റഡ് എന്നും ഡബിളും ട്രിപ്പിളും വരുന്നതിന് നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്നൊക്കെ വിളിക്കുമെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹോമോലോഗ സീരീസ് എന്താണെന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം, ഇവർക്ക് പേര് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കറിയാം, ഒരു കാർബൺ വരുന്ന ഹൈഡ്രോ കാർബണുകളുണ്ട്, 2 പേര് വരുന്നതുണ്ട്, 3 പേര് വരുന്നതുണ്ട്, 4 പേര് വരുന്നതുണ്ട് എന്നിങ്ങനെ എണ്ണാൻ പറ്റാത്ത അത്രയും നമ്പർ ഓഫ് കാർബൺസ് വരുന്ന ഹൈഡ്രോ കാർബണുകൾ വരെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? അതിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും, ഡബിൾ ബോണ്ട് വന്നാൽ എങ്ങനെ തിരിച്ചറിയും, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ എങ്ങനെ തിരിച്ചറിയും എന്നത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹൈഡ്രോ കാർബണുകൾക്ക് പേര് കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് IUPAC ആണ്. ഓക്കെ, എന്താണ് ഈ IUPAC എന്ന് വെച്ച് കഴിഞ്ഞാൽ? IUPAC എന്ന് വെച്ചാൽ അതൊരു സംഘടനയാണ്, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അതാണ് എന്ത് IUPAC എന്ന് പറയുന്നത്. 1919 സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥാപിതമാകുന്നത്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നമ്മുടെ വേൾഡ് വൈഡ് എടുക്കുന്നത് ഈ പറയുന്ന അസോസിയേഷനാണ്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു ഹൈഡ്രോ കാർബൺ പേര് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ത് കൊടുക്കാൻ പോവുകയാണ്, പേരിടാൻ പോവുകയാണ്. അപ്പോൾ ഹൈഡ്രോ കാർബൺ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ബോണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ആണ്. ഞാൻ പറയുന്ന രീതിയാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന ആദ്യം കാർബണിൻ്റെ എണ്ണം എടുക്കുക, എന്നിട്ട് ബോണ്ട് എടുക്കുക. ആദ്യം ബോണ്ട് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. സിംഗിൾ ബോണ്ടാണോ, അതിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇനി ബോണ്ടാണ് എന്തിനെ തീരുമാനിക്കുന്നത്? ഈ പറയുന്ന പേരിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിന് തീരുമാനിക്കുന്നത്. അതായത് സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ ഈ പേരിന് 2 ഭാഗമാണുള്ളത്, ആദ്യത്തെ ഒരു ഭാഗവും രണ്ടാമത്തെ ഒരു ഭാഗവും. ആദ്യത്തെ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് റൂട്ട് എന്നാണ്. ഓക്കെ, ആദ്യത്തെ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? വേർഡ് റൂട്ട്. അടുത്ത രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ടാമത്തെ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത് ബോണ്ടാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി. അതായത് ഇപ്പം ഞാൻ പറയുകയാണെ, ആദ്യത്തത് വേർഡ് റൂട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ബോണ്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ അതിനകത്തുള്ള ബോണ്ട് എന്ന് മനസ്സിലാക്കുക. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് ANE, ഞാൻ ആദ്യത്തെ ക്ലാസ് തൊട്ട് പറയുന്ന കാര്യമാണ് അല്ലേ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഉപയോഗിക്കേണ്ട വാക്ക് ENE. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഉപയോഗിക്കേണ്ട വാക്ക് YNE. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേരിൻ്റെ പകുതി കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്, നമ്പർ ഓഫ് കാർബൺ ആറ്റം കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. 1, 2, 3, 4, 5 ആണോ, 10 മുകളിലുള്ളത് നിങ്ങൾക്ക് ചോദിക്കത്തില്ല. സോ 10 വരെ പഠിച്ചാൽ മതി. പക്ഷേ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നെയ്മിങ്ങിനകത്ത് നമ്മൾ 1നെ 1 എന്നല്ല വിളിക്കുന്നത്. ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട വേർഡ് റൂട്ട് അല്ലെങ്കിൽ വാക്കെന്ന് പറയുന്ന മെത്ത് എന്നാണ്. ഓക്കെ, എന്താണ് മെത്ത്? 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്. അപ്പോൾ 1 മെത്ത്, 2 എത്ത്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്. പിന്നീട് അങ്ങോട്ട് ഓർക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം 5 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗറിനെ നമ്മൾ പെൻറ്റഗൺ എന്നാണ് വിളിക്കുന്നത്. 5 കാർബൺ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട വേർഡ് റൂട്ട് പെൻറ്റ്. 6 സൈഡ് ഉണ്ടെങ്കിൽ ഹെക്സഗൺ, 6 കാർബൺ ഉണ്ടെങ്കിൽ ഹെക്സ്. 7 എണ്ണം ഉണ്ടെങ്കിൽ ഹെപ്റ്റ്, 8 എണ്ണം ഉണ്ടെങ്കിൽ ഒക്റ്റ്, 9 എണ്ണം ഉണ്ടെങ്കിൽ നണ്ണ്, 10 എണ്ണം ഉണ്ടെങ്കിൽ ഡെക്ക്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെയിമിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ വേർഡ് റൂട്ട് 10 എണ്ണവും അങ്ങ് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ മെത്ത്. അപ്പോൾ ഈ 1, 2 എന്ന് ഓർക്കണം. നിങ്ങളിങ്ങനെ പഠിച്ചില്ല, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. പറഞ്ഞേ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, പെൻറ്റ് ഹെക്സ് ഹെപ്റ്റ് ഒക്റ്റ് നണ്ണ് ഡെക്ക്. ഒന്നുകൂടി, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, പെൻറ്റ് ഹെക്സ് ഹെപ്റ്റ് ഒക്റ്റ് നണ്ണ് ഡെക്ക്. 1 വന്നാൽ മെത്ത്, 2 വന്നാൽ എത്ത്, 3 വന്നാൽ പ്രൊപ്പ്, 4 വന്നാൽ ബ്യൂട്ട്, 5 വന്നാൽ പെൻറ്റ്, 6 വന്നാൽ ഹെക്സ്, 7 വന്നാൽ ഹെപ്റ്റ്, 8 വന്നാൽ ഒക്റ്റ്, 9 വന്നാൽ നണ്ണ്, 10 വന്നാൽ ഡെക്ക്. ഇത്രയേ ഉള്ളൂ നെയിമിങ്. ഇത് ഈ വർഷം നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോയാൽ അടുത്ത വർഷം നിങ്ങൾ സയൻസ് എടുത്ത് പോയാൽ +1, +2 നിങ്ങൾ ഒരുപാട് ഇത് സഹായിക്കും. ഓക്കെ, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് നെയിമിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കെയിൻസിൻ്റെ നെയിമിംഗ് ആണ്. അപ്പോൾ ANE കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവിടെ ഉള്ളത് എന്താണ്, സിംഗിൾ ബോണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ആൽക്കെയിനുകളുടെ നെയിമിംഗ് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോർമുല വേർഡ് റൂട്ട് പ്ലസ് ANE, അതാണ് എന്ത് ആൽക്കെയിൻ്റെ നെയിം എന്ന് പറയുന്നത്. എക്സാമ്പിൾ മെത്ത് പ്ലസ് ANE മീഥൈൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കിടക്കുന്നു മീഥൈൻ. ഞാൻ പറഞ്ഞ ഏറ്റവും ബേസിക് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ അത് CH4 ആണ്. CH4ൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. കാർബൺ ഈ പടത്തിൽ കിടക്കുന്നത് തന്നെ 4 ചുറ്റും അല്ലേ ബോണ്ട്, അവിടെ ഓരോരുത്തായിട്ട് എന്താണ് ഹൈഡ്രോജൻ. സോ കാർബണിൻ്റെ എണ്ണം നമ്മൾ നോക്കിയപ്പോൾ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സോ രണ്ടാമത്തെ ഭാഗത്തുണ്ടാകുന്ന വാക്ക് ANE ആണ്. കാർബൺ ഒന്നേ ഉള്ളൂ. സോ കൊടുക്കുന്ന പേര് മെത്ത് ANE മീഥൈൻ. മെത്ത് ANE മീഥൈൻ. അടുത്ത് നോക്കിയ 2 കാർബൺ ആറ്റം വന്നു, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സോ 2 കാർബൺ ആറ്റം വരുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്ക് എത്ത്, സിംഗിൾ ബോണ്ട് മാത്രമായതുകൊണ്ട് ANE ഈഥൈൻ. ഇനി കാർബണിൻ്റെ എണ്ണം 3, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സോ സെക്കൻഡ് വാക്ക് ANE, 3 എണ്ണമാകുമ്പോൾ പ്രൊപ്പെയിൻ. അങ്ങനെയാണെങ്കിൽ 4 നമുക്ക് നോക്കാം. കാർബൺ 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 4 എണ്ണം അല്ലേ. സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ബാക്കിയിൽ ഹൈഡ്രോജൻ ബാക്കിയിൽ ഹൈഡ്രോജൻ ബാക്കിയിൽ ഹൈഡ്രോജൻ. ഓക്കെ. സോ സിംഗിൾ ബോണ്ട് മാത്രം ഉള്ളത് കൊണ്ട് വാക്ക് ഏതാണ്, ANE. 1 2 3 4 ആവുമ്പോൾ ഏത് വാക്കാണ്, ബ്യൂട്ട്. അപ്പോൾ ബ്യൂട്ടെയിൻ. ഇതാണ് ബ്യൂട്ടെയിൻ. അങ്ങനെയാണെങ്കിൽ 5 കാർബൺ വന്നാൽ എന്തായിരിക്കും, 5 കാർബൺ വന്നാൽ 5 കാർബൺ വരുമ്പോൾ 1 2 3 4 5, 1 2 3 4 5, ഹൈഡ്രോജൻ ഹൈഡ്രോജൻ ഹൈഡ്രോജൻ. ANE സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ബാക്കിയിൽ ഹൈഡ്രോജൻ ബാക്കിയിൽ ഹൈഡ്രോജൻ. നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു, എഴുതി ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേരെന്തായിരിക്കും, നമ്മുടെ പേരെന്ന് പറയുന്നത്, നമ്മുടെ പേരല്ല ഈ പറഞ്ഞവൻ്റെ പേരെന്ന് പറയുന്നത്, സെക്കൻഡ് വാക്ക് ANE. കാർബണിൻ്റെ എണ്ണം 5, 5 ആണെങ്കിൽ പെൻറ്റ്. അപ്പോൾ പേര് പെൻറ്റെയിൻ. എന്താണ്, പെൻറ്റ്. അപ്പോൾ പെൻറ്റെയിൻ. അപ്പോൾ 6 കാർബൺ ആണ് വരുന്നതെങ്കിൽ അപ്പോൾ എന്തായിരിക്കും, HEXANE ഹെക്സൈൻ. 7 കാർബൺ വരികയാണെങ്കിൽ എന്തായിരിക്കും, ഹെപ്റ്റെയിൻ. 8 കാർബൺ ആണ് വരുന്നതെങ്കിൽ ഒക്ട്. അപ്പോൾ എന്താണ്, ഒക്ടെയിൻ. 9 കാർബൺ ആണ് വരുന്നതെങ്കിൽ നന്നെയിൻ. 10 കാർബൺ ആണ് വരുന്നതെങ്കിൽ ഡെക്ക്. അപ്പോൾ എന്താണ്, ഡെക്കെയിൻ എന്നാണ് എന്താ പേര്. അപ്പോൾ നമ്മൾ 10 വരെയുള്ളത് ഇവിടെ എഴുതി കഴിഞ്ഞു. അപ്പോൾ മെത്ത് പ്ലസ് ANE മീഥൈൻ. അപ്പോൾ ആൽക്കീനുകളുടെ പേര് കൊടുക്കാനായിട്ട് ആദ്യം വേർഡ് റൂട്ട് പ്ലസ് ANE. അങ്ങനെയാണെങ്കിൽ ആൽക്കീൻസുകൾക്ക് എന്തായിരിക്കും, വേർഡ് റൂട്ട് പ്ലസ് ENE ആണെന്താ നമ്മുടെ ആൽക്കീൻസ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ആൽക്കീൻ്റെ ബേസിക് സ്ട്രക്ചറിൽ ആദ്യം വരുന്നത് എന്താണ്, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൽക്കീൻ. ഓക്കെ. അപ്പോൾ ഇവിടെ 2 കാർബൺ, ഡബിൾ ബോണ്ട് കണ്ടപ്പോൾ ENE, കാർബണിൻ്റെ എണ്ണം 2, അപ്പോൾ എത്ത് ഈഥൈൻ. എന്താണ്, ഈഥൈൻ. ഇവിടെ കണ്ടോ കാർബണിൻ്റെ എണ്ണം എത്രയാണ്, 1 2 3. ബോണ്ട് എന്താണ്, ഡബിൾ ബോണ്ട്. അപ്പോൾ ENE. മെത്ത് എത്ത് പ്രൊപ്പീൻ. എന്താണ്, പ്രൊപ്പീൻ. അങ്ങനെയാണെങ്കിൽ 3 എണ്ണം വന്നു. അപ്പോൾ 3 വന്നു. അപ്പോൾ 4 വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും, 1 2 3 4. ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. പിന്നെ സിംഗിൾ ബോണ്ടേ ഉള്ളൂ. ഹൈഡ്രോജൻ ഹൈഡ്രോജൻ. ഇവിടെ എത്രയായി, 1 2 3 4. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട. ഓക്കെ. ഹൈഡ്രോജൻ, ഇവിടെ ഹൈഡ്രോജൻ 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 അല്ലേ. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നുകൊണ്ട് ENE. എണ്ണം 1 2 3 4. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ടീൻ. എന്താണ്, ബ്യൂട്ടീൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 5 കാർബൺ വന്നാൽ അപ്പോൾ 5ൻ്റെ വേർഡ് റൂട്ട് എന്താണ്, പെൻറ്റ്. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE പെൻറ്റെയിൻ. 6 കാർബൺ വരുമ്പോൾ എന്താണ്, ഹെക്സ്. ENE ഹെക്സീൻ. 7 കാർബൺ വരുമ്പോൾ എന്താണ്, ഹെപ്റ്റ്. പേര് ഹെപ്റ്റീൻ. 9 കാർബൺ വരുമ്പോഴത്തേക്കും നൺഈൻ. 10 കാർബൺ വരുമ്പോൾ ഡെക്ക്. പേരെന്താണ്, ഡെക്ഈൻ എന്ന് വരും. ഓക്കെ. അപ്പോൾ അതാണ് ആൽക്കീനുകളുടെ നെയിമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കീനുകളുടെ നെയിമിങ്ങിൽ
വേർഡ് റൂട്ട് പ്ലസ് ENE. എക്സാമ്പിൾ ഈതീൻ, പ്രൊപ്പീൻ, ബാക്കി ഓരോ ഇൻ, ബ്യൂട്ടീൻ, പെൻറ്റീൻ, ഹെക്സീൻ, ഹെപ്റ്റീൻ, നണ്ണീൻ, ഡെക്കീൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിലോട്ട് പോകാം? ആൽക്കൈൻസിലോട്ട് പോകാം, YNEയിലോട്ട് പോകാം. YNEയിൽ അപ്പോൾ എത്ര ബോണ്ട് ഉണ്ടാവും? ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ദാ കിടക്കുന്നു ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വേർഡ് റൂട്ട് എന്ന് പറയുന്നത് എന്തുവാണ്? YNE. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പോൾ ഈതൈൻ. ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് YNE. 1 2 3 മെത്തിയത്ത് പ്രൊപ്പൈൻ, പ്രൊപ്പൈൻ, പ്രൊപ്പൈൻ. അപ്പോൾ അടുത്ത് എന്താണ്? കാർബണിൻ്റെ എണ്ണം 4. 1 2 3 4. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ പിന്നെ 3 ആയി, 4. അപ്പോൾ ഇവിടെ എത്രയായി? 4. ഇവിടെ 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 ഇവിടെ. ഓക്കെ, ഹൈഡ്രജൻ ഞാൻ എഴുതി മെനക്കെടേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് കണ്ടു. സോ ഉപയോഗിക്കേണ്ടത് YNE. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, ബ്യൂട്ടൈൻ. അങ്ങനെയാണെങ്കിൽ 5 കാർബൺ വന്നാൽ വേർഡ് റൂട്ട് പെൻറ്റ്, പിന്നെ YNE, പെൻറ്റൈൻ. 6 കാർബൺ വരുമ്പോൾ ഹെക്സ്, YNE, ഹെക്സൈൻ. 7 കാർബൺ വരുമ്പോൾ ഹെപ്റ്റ്, ഹെപ്റ്റ്, YNE, ഹെപ്റ്റൈൻ. 8 കാർബൺ വരുമ്പോഴത്തേക്കും ഹെക്സ്, YNE, ഹെക്സൈൻ. 9 കാർബൺ വരുമ്പോൾ നണ്ണ്, നൈൻ. 10 കാർബൺ വരുമ്പോഴത്തേക്കും ഡെക്ക്, ഡെക്കൈൻ, YNE, YNE, YNE എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ആൽക്കൈൻസിൻ്റെ നെയിമിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വേർഡ് റൂട്ട് പ്ലസ് YNE. അങ്ങനെ നമ്മൾ 10 എണ്ണത്തിൻ്റെ എഴുതി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെയിമിങ് പഠിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതെല്ലാം എന്തായിരുന്നു? സ്ട്രെയിറ്റ് ചെയിനിൽ വരുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ ഹൈഡ്രോ കാർബണുകൾ സ്ട്രെയിറ്റ് അല്ലാതെയും വരും. നമ്മളതിനെ സൈക്ലിക്കോ റിംഗ് കോമ്പൗണ്ട് എന്ന് പറയും. അപ്പോൾ റിംഗ് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ടുകളെ പറ്റിയിട്ടും അവരുടെ നെയിമിങ്ങിനെ പറ്റിയിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.